ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പല ഓർഗനൈസേഷൻസിലും പോകുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവിയാണ്, ഞാൻ പലതരത്തിലുള്ള സിസ്റ്റംസും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷേ എല്ലാം പരാജയപ്പെട്ടു. കാരണം ആളുകൾ മാറാൻ തയ്യാറല്ല. പുതിയൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ ആളുകളെല്ലാം പിൻവലിയുന്നു, അവർ അതിനോട് അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആളുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ് മാറാത്തത്? 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ കാരണം ഫിയർ ഓഫ് ദ അൺനോൺ ആണ്. അതായത് അവർക്ക് അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള പേടി. ഉത്തരവും അവിടെ തന്നെയുണ്ട്. അവർക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. മാറ്റം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അറിയില്ല. മാറ്റം കൊണ്ട് അവർക്കുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് അവർക്കറിയില്ല. മാറ്റം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അവർക്കറിയില്ല. പലപ്പോഴും അവർ അറിയാതെ പോകുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. നമുക്കും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരല്പം ഭയം തന്നെയാണ്. അപ്പോൾ എംപ്ലോയീസിന് മനസ്സിലാകുന്ന തരത്തിൽ ഈ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും കമ്പ്യൂട്ടർ വന്ന സമയത്ത് നമ്മളിവിടെ വലിയ സമരങ്ങൾ കണ്ടതാണ്. പിന്നീട് കമ്പ്യൂട്ടർ ഇല്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തതും നമ്മൾ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒന്നുറപ്പിച്ചോളൂ, ഏതൊരു മാറ്റം വരുമ്പോഴും അൺനോൺ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, നമുക്ക് അറിയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും എതിർക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരെ കൃത്യമായി അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ, പ്രത്യേകിച്ചും ഓൺട്രപ്രണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്, എന്ത് ബെനിഫിറ്റാണ് അവർക്ക് അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ മെച്ചങ്ങളാണ് കമ്പനിക്കും സമൂഹത്തിനും അതുമൂലം ഉണ്ടാകാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയൊരു ടെക്നോളജി ഇപ്പോൾ വരുമ്പോൾ പലപ്പോഴും ആളുകൾ വലിയ പേടിയിലാണ് ഇരിക്കുന്നത്. എൻ്റെ ജോലി പോകുമോ എന്നുള്ള പേടിയായിരിക്കും ഒരു പക്ഷേ. ആ പേടിയെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള കൃത്യത കൊടുക്കാൻ കഴിഞ്ഞാൽ ഫിയർ ഓഫ് ദ അൺനോൺ ഇല്ലാതാകും. അടുത്തത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻവോൾവ്മെൻ്റ് ആണ്. പലപ്പോഴും ചേഞ്ച് ഏജൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ലീഡർ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഉണ്ടാവാറില്ല. ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു ലീഡർ ഉണ്ടായേ പറ്റൂ. അയാളെ വിളിക്കുന്നത് ചേഞ്ച് ലീഡർ എന്നാണ്. മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന ആൾ. മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന ആൾ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആ കമ്മ്യൂണിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായെന്ന് വരാം. കൺഫ്യൂഷൻസ് മാത്രമല്ല, ഇത് റൂമറുകളിലേക്ക് വഴിവെക്കാം. ആളുകൾ അവർക്കിഷ്ടമുള്ള തരത്തിൽ മാറ്റത്തിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങൾ പലതരത്തിലായിരിക്കും മറ്റുള്ളവരിലേക്ക് ചെന്നെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റമല്ല ആളുകളിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടാകുന്നത്. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉപയോഗിക്കാത്തതും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ മോഡുകൾ ഉപയോഗിക്കാത്തതും ഇതിന് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ഏത് ചാനൽസിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ടത്, ഏതൊക്കെ മോഡിലൂടെയാണ് അത് വേണ്ടത്, ഏതൊക്കെ ആളുകളിലൂടെയാണ് അത് വേണ്ടത് എന്ന് ആദ്യമേ കൃത്യതയുണ്ടായിരിക്കണം. അങ്ങനെ ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഈ ചേഞ്ചുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ആളുകളിലേക്ക് കൃത്യമായ ഇൻഫർമേഷൻ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് പെർസീവ്ഡ് ലോസ് ഓഫ് കൺട്രോൾ അഥവാ പെർസീവ്ഡ് ലോസ് ഓഫ് പവർ ആണ്. പലപ്പോഴും ആളുകളുടെ പേടി എൻ്റെ കയ്യിലുള്ള പവർ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ചിലപ്പോൾ ആളുകളുടെ പേടി എൻ്റെ ഒരു കംഫർട്ട് സോൺ നഷ്ടപ്പെടുമോ എന്നുള്ളതുമായിരിക്കാം. അപ്പോൾ അയാൾ ഇപ്പോൾ ഇരിക്കുന്നത് അയാളുടെ ഏറ്റവും കംഫർട്ട് സോണിലാണ്. ഏതൊരു മനുഷ്യനും ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാളുടെ കംഫർട്ട് സോണിലായിരിക്കും ഇരിക്കുന്നത്. അതിൽ നിന്നുള്ള ഒരു മാറ്റം, ഇവിടെ നിന്ന് എണീറ്റ് അപ്പുറത്തേക്ക് ഇരിക്കാൻ പറയുമ്പോൾ പോലും നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ കംഫർട്ടിനുണ്ടാവുന്ന ഒരു ഭംഗം, ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ ഭംഗത്തിനെ എതിർക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, ചില ആളുകൾ ചില പവറുകൾ ആസ്വദിക്കുന്നുണ്ടാവും. ഈ പവറുകൾ ഈ മാറ്റം വന്നാൽ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൂടി ഉണ്ടാവും. ഇതിന് ക്ലാരിറ്റി കൊടുക്കുകയും കൂടുതൽ പവർഫുൾ ആവുകയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിന് വ്യക്തത ഉണ്ടാവുകയും ചെയ്താൽ യാതൊരു സംശയം വേണ്ട, അവർ ചിലപ്പോൾ ഒരു ചേഞ്ച് ലീഡർ തന്നെയായി മാറിയേക്കാം. അപ്പോൾ എത്ര നല്ല രീതിയിൽ അവരുടെ പവറിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും പുതിയ മാറ്റം കൊണ്ട് എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 4ാമത്തെ ഒരു കാരണം പാസ്റ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആവാം. പലപ്പോഴും കൺസൾട്ടൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ മുമ്പ് കൺസൾട്ടൻസോ അല്ലെങ്കിൽ കൺസൾട്ടൻസ് എന്ന് അവകാശപ്പെടുന്ന ആളുകളോ ചില ട്രെയിനർമാരോ ഒക്കെ വന്ന് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഈ പ്രശ്നങ്ങൾ, അതായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നൊക്കെ പറയുന്ന പോലെ, ഈ പ്രശ്നങ്ങൾ കണ്ട് എല്ലാ കൺസൾട്ടൻസിനെയും ഇവർ ഒരേപോലെ പേടിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ചേഞ്ച് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയമാണ്, ഇത് മറ്റതുപോലെ തന്നെ സംഭവിക്കുമോ എന്നുള്ള ഭയം.
പറയാം. പലപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 15 വർഷത്തോളമായി കേരള മാർക്കറ്റിൽ തന്നെയുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസിനാണ് പോസിറ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ ഈ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് തന്നെ ഞങ്ങൾക്കത് കൃത്യമായി പറയാൻ സാധിക്കും. അങ്ങനെ ബ്ലൈൻഡായിട്ട് ഒരു ചേഞ്ച് ലീഡറെ വിശ്വസിച്ചാൽ മാത്രമേ ചേഞ്ച് നടക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെ കൃത്യമായി ചേഞ്ച് ലീഡർ ഉണ്ടാവുകയും ഈ ചേഞ്ച് നടക്കാനായി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്താൽ ഇത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മാറാൻ തയ്യാറായിക്കോളൂ. ഏറ്റവും മുകളിൽ നിന്ന് താഴേക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഓൺട്രപ്രണറിൽ നിന്ന് ഏറ്റവും താഴേക്കാണ് മാറ്റമുണ്ടാവുക. ഓൺട്രപ്രണറാണ് ആദ്യം മാറേണ്ടത്. നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളും തയ്യാറാണ്. ഓൾ ദി ബെസ്റ്റ്.